ഒരു കഥ പറയാ. സരള ഇപ്പോഴും ഓടുകയാണ്. ഓട്ടോറിക്ഷ 2 ഫർലോങ് ഓടിയപ്പോൾ നിന്നു. എന്തു പറ്റി ഡ്രൈവർ? സരളയ്ക്ക് നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. ഇന്നും MDയുടെ മുറിയിൽ കയറേണ്ട ഗതികേട് തന്നെ. സഹോദര, ഞാൻ മറ്റൊരു വണ്ടി പിടിക്കാം. ഇപ്പം ശരിയാവും. പുതിയ പിസ്റ്റണ, ഒന്ന് ചൂടാറിയാൽ മതി. സരള എന്തു ചെയ്യണമെന്നറിയാതെ നെടുവീർപ്പ് തീർത്തു. ഓട്ടോ വീണ്ടും സ്റ്റാർട്ടായി. ഒരു നിമിഷത്തെ അമാന്തമാണ് ബസ് കിട്ടാതെ പോയത്. ഇല്ല, താൻ ഇതുവരെ അമാന്തിച്ചിട്ടില്ല. സരള സ്വയം തിരുത്തി. കാലത്തെ അദ്ദേഹത്തിനും മിനിക്കുട്ടിക്കും തനിക്കുമുള്ള ടിഫിൻ നിറയ്ക്കുമ്പോഴേക്കും സമയം 8 കഴിഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ബെഡ് കോഫി. മിനിക്കുട്ടി ഇതുവരെ അത് ശീലിച്ചിട്ടില്ല. പിന്നെ പാത്രം കഴുകലും തൂത്തുവാരലും കഴിഞ്ഞു വേണം മിനിക്കുട്ടിയെ ഉണർത്താൻ. ഇടയ്ക്കിടെ അദ്ദേഹത്തെയും തള്ളിക്കൊണ്ടിരിക്കണം. കുളിച്ചു വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ റെഡിയായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമാണ്. കൈ കഴുകുന്നതിനിടയിൽ മിനിക്കുട്ടിയെ സ്കൂളിലേക്ക് പോകാൻ ഒരുക്കണം. പലപ്പോഴും ശുണ്ടി പിടിക്കാതെ അവൾ തയ്യാറാവില്ല. കാർ ഗേറ്റിൽ എത്തുന്നതിന് മുൻപ് അവളെ ഗേറ്റിലെത്തിക്കണം. പിന്നീടാണ് തൻ്റെ ഊഴം തുടങ്ങുന്നത് തന്നെ. പല ദിനചര്യയും മിക്ക ദിവസവും ചെയ്തെന്ന് വരുത്തുന്നു. അദ്ദേഹം തനിക്ക് ശേഷമേ പോകാറുള്ളൂ. രാജ്യാന്തര കലാപങ്ങളും ആഗോള സാമ്പത്തിക നിലവാരവും അമേരിക്കയുടെ ഇന്നത്തെ നിലപാട് നിവർത്തിവെക്കും. താൻ ഇറങ്ങുമ്പോൾ പത്രത്തിൽ നിന്ന് ഒന്ന് മുഖമുയർത്തുന്ന പതിവ് പോലുമില്ല. പത്രമാണ് അദ്ദേഹത്തിൻ്റെ താരാട്ട്. 9:30 മണിക്ക് മുൻപ് വീട്ടിൽ നിന്നും ഇതുവരെ ഇറങ്ങാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. 5 മിനിറ്റിൻ്റെ ദൂരമാണ് ബസ് സ്റ്റോപ്പിലേക്ക്. തനിക്കിതുവരെ ആ ദൂരം പോലും നടന്ന് പിന്നിടാൻ കഴിഞ്ഞിട്ടില്ല. എന്നും ഓട്ടമായിരുന്നു. തൻ്റെ മുതുകിൽ തനിക്ക് കാണത്തക്ക വിധം കാലം കെട്ടിവെച്ച വടിത്തുമ്പിലെ ജീവിതമെന്ന വൈക്കോലിനു വേണ്ടിയുള്ള ഒരു കന്നുകാലിയുടെ ഓട്ടമായിരുന്നു. ആ ബസ്സിൻ്റെ കൃത്യനിഷ്ഠത എന്നും എനിക്ക് നിരാശയായിരുന്നു. ഓട്ടോ വീണ്ടും നിന്നു. ഡ്രൈവർ, എനിക്ക് 10 മണിക്കുള്ളിൽ ഓഫീസിലെത്താനുള്ളതാ. സരളയുടെ സ്വരത്തിന് പതിവിൽ കവിഞ്ഞ ആധികാരികത. അയാൾ പഴയ പല്ലവി ആവർത്തിച്ചു. ഒന്ന് ചൂടാറിയാൽ മതി. ആരോടെന്നില്ലാത്ത രോഷം സരള തൻ്റെ പല്ലുകൾക്കിടയിലിട്ട് പൊട്ടിച്ചു. അല്ലെങ്കിലും തൻ്റെ രോഷം അടുക്കളയിലെ പൂച്ചയോടും അയൽവക്കത്തെ പട്ടിയോടും മാത്രമേ തീർക്കാൻ കഴിയാറുള്ളൂ. അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചാൽ മൗനത്തിൻ്റെ നാളത്തിലൂടെ അത് സംഭരിച്ചു വെക്കും. അന്നു രാത്രി തന്നെ അത് പൊട്ടിത്തെറിക്കും. കുടി സാധാരണമല്ലെങ്കിലും തന്നോടുള്ള രോഷം അതിൻ്റെ സാന്നിധ്യത്തോടെയാണ്. ഓട്ടോ വീണ്ടും ജീവൻ വെച്ചു. സരള തൻ്റെ വാച്ചിലേക്ക് നോക്കി. ഇനി 7 മിനിറ്റ് ബാക്കിയുണ്ട്. ഇല്ല, ഇന്നും MDയുടെ മുന്നിൽ വെച്ച് തനിക്ക് ഒപ്പിടാനാവൂ. ഹാജർ പട്ടിക MDയുടെ റൂമിലെത്തിക്കുന്ന പിയൂൺ കാണിക്കുന്ന കൃത്യനിഷ്ഠത തന്നെ എന്നും തോൽപ്പിക്കാനായിരിക്കും. എന്താ സരളെ, ഒരു ദിവസമെങ്കിലും കൃത്യനിഷ്ഠ പാലിച്ചുകൂടെ? എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. ഓട്ടോയുടെ കിതപ്പിലൂടെ MDയുടെ വാക്കുകൾ സരള പെറുക്കിയെടുത്തു. MD ഒരു ശുദ്ധനാണ്. കനിവിൽ പൊതിഞ്ഞ ഈ വാക്ക് താൻ എന്നും കേൾക്കുന്നതാണ്. മനസ്സ് മെനഞ്ഞെടുക്കുന്ന ഉത്തരം നാവിതുവരെ അനുസരിച്ചിട്ടില്ല. സർ, ദിവസത്തിന് 1 മണിക്കൂറെങ്കിലും കൂട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കാറുണ്ട്. പക്ഷേ മാസത്തിന് 1 ദിവസം കൂടുമെന്ന ഭയമാണ് അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുന്നത്. പക്ഷേ നാവിൻ തുമ്പിലെത്തുമ്പോഴേക്കും ആ വാക്കുകൾ അലിഞ്ഞു തീരും. സരളയ്ക്കൊന്നും പറയാനില്ലേ? എന്നും ഇങ്ങനെ മിണ്ടാതിരുന്നത് കൊണ്ട് കാര്യമില്ല. എനിക്ക് നടപടിയെടുക്കേണ്ടി വരും. ആ നടപടി ഇന്നും MDയുടെ ആർദ്രതയുടെ ആഴിയിലെവിടെയോ. താൻ വൈകിയെത്തുന്നത് MDയെ കാണാനാണെന്ന പദം പറച്ചിൽ ഓഫീസ് മുറിയുടെ അന്തരീക്ഷത്തിൽ തത്തിക്കളിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. അതിന് പ്രതികരിക്കാൻ തനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിലും തൻ്റെ പ്രതികരണശേഷി നഷ്ടമായിട്ട് 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതോ അനന്യമായ തൻ്റെ ആത്മനിയന്ത്രണമോ? എന്നും വൈകിയെത്തുന്ന തൻ്റെ പേരിൽ MD ഒരാക്ഷനും എടുക്കാതിരിക്കുന്നതാണ് ഇക്കൂട്ടർ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാന ഉദാഹരണം. MD തന്നോട് കാണിക്കുന്നത് പ്രത്യേക താല്പര്യമാണെന്ന് തനിക്കു തന്നെ ഒരിക്കൽ ബോധ്യപ്പെട്ടതാണ്. കുട്ടി, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ഭർത്താവിനും ഉദ്യോഗമുണ്ടല്ലോ. ഒരു സർവൻറ്റിനെ നിർത്തിക്കൂടെ? MDയുടെ മുഖം തനിക്ക് അവ്യക്തമായി. നിറഞ്ഞു കവിഞ്ഞ കണ്ണുകൾ MDയുടെ മുന്നിൽ വെച്ച് തുടക്കാൻ ധൈര്യം വന്നില്ല. സരള 11 മണിക്ക് ഓഫീസിൽ വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞാൽ കുട്ടിക്ക് 11 മണിവരെ വീട്ടുജോലി കാണും. ഇത്തരക്കാരുടെ ഒരു ശാപമാണിത്. പിന്നെ നിങ്ങളോട് കാണിക്കുന്ന ഈ പ്രത്യേക പരിഗണന മറ്റു സ്റ്റാഫുകളിൽ പ്രശ്നം സൃഷ്ടിക്കും. അത് കമ്പനിക്ക് തന്നെ മോശമാണ്. എൻ്റെ നിസ്സഹായത ഓർത്തെങ്കിലും സരള ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. നീ കാരണം മറ്റു സ്റ്റാഫുകൾ വരുത്തുന്ന പല വീഴ്ചകളും എനിക്ക് കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരുന്നു. ഓട്ടോ വീണ്ടും നിന്നു. സരള രോഷത്തോടെ ഓട്ടോയിൽ നിന്നിറങ്ങി. ഇനി ഇവൻ്റെ ചൂടാറുമ്പോഴേക്കും ഓഫീസിലെത്താം. അത്ര ദൂരമേയുള്ളൂ.
ഹാൻഡ് ബാഗിൽ കൈയിട്ട് ജീവിതത്തിൻ്റെ ഹരിതാപയിൽ നിന്ന് ഒരു പച്ചപ്പെടുത്ത് അവന് നീട്ടി. അത് വാങ്ങിയ ഡ്രൈവറുടെ ജാള്യത ശ്രദ്ധിക്കാതെ സരള റോഡ് മുറിച്ച് കടന്നു. തൻ്റെ ശമ്പളത്തിൻ്റെ നല്ലൊരു പങ്ക് ഈ മുച്ചക്രം തിന്നുന്നു. സരളയ്ക്ക് വായിൽ വെള്ളം മൂറിക്കൊണ്ടിരുന്നു, തല ചുറ്റുന്നത് പോലെ. ഇനി ഒരു തിരിവ് കൂടി. തലചുറ്റൽ കൂടുന്നുണ്ടോ? ഇല്ല, ആശ്വാസമുണ്ട്. അവൾ സ്വയം ആശ്വസിച്ചു. ഊറിക്കൂടുന്ന ഉമിനീർ തുപ്പിക്കൊണ്ട് ഓട്ടത്തിന് തൊട്ടു താഴെയുള്ള നടത്തത്തിലാണിപ്പോൾ. ഇതുപോലൊരിക്കൽ ഓഫീസിൽ വെച്ച് തനിക്ക് തല ചുറ്റിയിരുന്നു. ഈശ്വര, കണ്ണിൽ ഇരുട്ട് കയറുന്നല്ലോ. ഓഫീസിൽ വെച്ചുണ്ടായ അതേ അനുഭവം. തനിക്ക് എന്തു പറ്റി? താനന്ന് കമ്പ്യൂട്ടറിന് മുകളിൽ തലവെച്ച് കിടക്കുമ്പോഴാണ് പ്യൂണിൻ്റെ ജൽപ്പനം. മാഡം, MD വിളിക്കുന്നു. പ്യൂണിൻ്റെയോ സഹദേവൻ സാറിൻ്റെയോ നാവാണ് MDയുടെ മുറിയിലേക്ക് ഈ വാർത്ത അയച്ചതെന്ന് ഉറപ്പാണ്. സഹദേവൻ സാറിന് അത്രമാത്രം വിരോധമുണ്ട് തന്നോട്. അയാൾ തനിക്ക് തന്ന പ്രണയലേഖനത്തിന് എൻ്റെ ഭർത്താവ് മറുപടി കൊടുത്തതിന്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് ഒരു കോൺവെക്സ് ലെൻസിലൂടെ MDയുടെ കാതിലെത്തിക്കലാണ് അവരുടെ സംതൃപ്തി. MDയുടെ സിമ്പതി പിടിച്ചുപറ്റാൻ, സഹജീവികളുടെ കുറ്റം കണ്ടുപിടിക്കാൻ മൈക്രോസ്കോപ്പ് കൊണ്ട് നടക്കുന്നവരാണ് എല്ലാം. സരള MDയുടെ റൂമിലേക്ക് നടക്കുമ്പോൾ ആത്മാവ് വരെ വിയർക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഓഫീസിലെ അവസാന ദിവസമായിരിക്കും ഇന്ന്. ഹാഫ് ഡോറിലെത്തുന്നതിനിടയിൽ MDയുടെ വിറക്കുന്ന ചുണ്ടുകളിൽ നിന്ന് തെറിച്ചു വീഴുന്ന വാക്കുകൾ സരള മെനഞ്ഞെടുത്തു. സരളെ, നിങ്ങൾക്കുറങ്ങാനുള്ള സ്ഥാപനമല്ല ഇത്. നാളെ മുതൽ നിങ്ങൾക്ക് വീട്ടിൽ സുഖമായി ഉറങ്ങാം. എൻ്റെ ക്ഷമ പരിശോധിക്കരുതെന്ന് ഞാൻ പലതവണ വാണിംഗ് തന്നതാണ്. മറ്റാരും ഇവിടെ ജോലി ചെയ്യുന്നില്ലേ? അവർക്കൊന്നും പ്രശ്നങ്ങളില്ലേ? യു ക്യാൻ ഗോ. ഐ ആം സോറി. ഹാഫ് ഡോറിൻ്റെ കരകരപ്പ് ഇടിമുഴക്കം പോലെ തോന്നി. എവിടെയെങ്കിലും പിടിച്ചില്ലെങ്കിൽ കുഴഞ്ഞു വീഴുമെന്ന അവസ്ഥ. MDയുടെ മുഖത്തിൻ്റെ തീഷ്ണത കാണാൻ കെൽപ്പില്ലാതെ സരള തലകുനിച്ചു നിന്നു. സരള ഉറങ്ങുകയല്ലെന്ന് എനിക്കറിയാം. എന്താ, തല ചുറ്റുന്നുണ്ടോ? ഒന്നും പറയാൻ കെൽപ്പില്ലായിരുന്നു. അതോ ഞാൻ തലയിളക്കി സമ്മതിച്ചോ? ഒന്നും തനിക്കു തന്നെ തിരിയുന്നില്ല. പ്ലീസ് സിറ്റ് ഡൗൺ. തീ പിടിച്ച ആത്മാവിൽ ഒരു മഞ്ഞുതുള്ളി ഉറ്റിയതുപോലെ MDയുടെ കൈപ്പത്തി കോളിംഗ് ബെല്ലിൽ ഒന്ന് താഴ്ന്നു പൊങ്ങി. പ്യൂൺ ഹാജർ. ഇവൾക്ക് എന്തെങ്കിലും തണുത്തത് കൊണ്ടു കൊടുക്കൂ. ഇന്നു മുതൽ താൻ ഈ ഓഫീസിൽ ഒരു കൗതുക വസ്തുവായിരിക്കുമെന്ന് സരളയ്ക്ക് ഉറപ്പായി. അദ്ദേഹം അന്ന് പതിവിലധികം മദ്യപിച്ച് വന്നപ്പോഴേ മനസ്സിലായി പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞാണ് വന്നതെന്ന്. മിനിക്കുട്ടിയുടെ പനി അന്നെനിക്ക് ഒരു അനുഗ്രഹമായിരുന്നു. എന്തോ ഒന്നും പറഞ്ഞില്ല. സത്യാവസ്ഥ പിന്നീട് മനസ്സിലാക്കിയോ എന്തോ അതേക്കുറിച്ച് എന്നെ ചോദ്യം ചെയ്തിട്ടേയില്ല. അതോ സഹദേവൻ സാറിൻ്റെ പ്രണയലേഖനം അവതരിപ്പിച്ച തന്നെ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിട്ടോ ആവോ. ഗൂർഖായുടെ പതിവ് പുഞ്ചിരിക്ക് പ്രതികരിക്കാതെ സരള ഓഫീസ് കോമ്പൗണ്ടിലേക്ക് കടന്നു. തലചുറ്റൽ ക്രമാതീതമായി കൂടുകയാണോ? ഭൂമി മുഴുവൻ തനിക്കു ചുറ്റും അതിവേഗം കറങ്ങുകയാണ്, എന്നെ തോൽപ്പിക്കാനെന്ന പോലെ. സരള വാച്ചിലേക്ക് നോക്കി. ഒന്നും വ്യക്തമാകുന്നില്ല. വെള്ളെടുത്ത് വന്നു വെട്ടതുപോലെ. ഗേറ്റ് കടന്നിട്ടും ഒരുപാട് നടന്നതുപോലെ കാലുകൾ തളരുന്നു. എങ്കിലും വേഗത കുറച്ചില്ല. ഇരുൾ നിറഞ്ഞ കണ്ണുകൾ വിദൂരതയിലേക്ക് നീണ്ടു. ഓഫീസ് കോമ്പൗണ്ട് കടലുപോലെ പരന്നു കിടക്കുന്നു. കറുകനാമ്പുകൾ സൂചിമുനകളായി പാതുകം തുളഞ്ഞു കയറുന്നു. തലച്ചോറിനുള്ളിൽ ഏതോ ക്ലോക്ക് 10 അടിക്കുന്നു. ഇപ്പോൾ കാലുകൾ സരളയെ അനുസരിക്കുന്നില്ല. അത് കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഓടുകയാണ്. അനന്തമായി പരന്നു കിടക്കുന്ന കോമ്പൗണ്ടിൻ്റെ അങ്ങേയറ്റത്തെ ഓഫീസ് കെട്ടിടം വീണ്ടും അകന്നകന്നു പോവുകയാണ്. ദൃഷ്ടിക്ക് പ്രാപ്യമല്ലാത്ത ദൂരത്തോളം. സരള അപ്പോഴും ഓടുകയാണ്. അറ്റൻഡൻസ് രജിസ്റ്ററിലേക്ക്, MDയുടെ മുറിയിലേക്ക്. നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്നു. കോമ്പൗണ്ടിൻ്റെ ദൂരം അപ്പോഴും വർദ്ധിക്കുകയാണ്. മസ്തിഷ്കത്തിൽ ഏതോ ഒരു ക്ലോക്ക് ഇപ്പോഴും 10 അടിക്കുകയാണ്.